കാവി പോയി കള്ളം കുടിച്ച് കാല് കുത്തായ വ്ളോഗ്. കാലത്തിന് ടൗണിൽ പോയിട്ടാകുമ്പോ കാലിന്റെ അടിയിൽ കുറെ ബത്ത്, ഐ മീൻ താറാവ്. പിന്നെ എന്താ നോക്കില്ല, 2 താറാവ് എടുത്തിട്ട് നേരെ പുരേക്ക് പോയി മസാല ഇട്ടി നല്ലൊരു പുടി പിടിക്കാം. വളർത്തനാണ് ഈ താറാവ് എന്ന് പറഞ്ഞ എന്നെ മിക്കവാറും പിടിച്ച് കറി വെക്കും അമ്മ. അമ്പലത്തിലെ പ്രസാദം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു നോക്കുമ്പോഴത്തേക്ക് താറാവ്. ഒരു യുദ്ധത്തിനെട്ടി മുമ്പ് ഒരു ശാന്തത എന്ന് പറയുമല്ലോ, അതേപോലത്തെ ശാന്തത ഇപ്പൊ ഇവിടെ കാണുന്നത്. ആരും പേടിക്കണ്ട, ഇതെന്റെ പപ്പ അച്ഛന്റെ അമ്മ. ബത്തിനെ കണ്ടിട്ട് ടെററായത്. ഈ ചിരിച്ചോണ്ട് പറയുന്നത് വേറെ എന്തോല്ല, മര്യാദക്ക് അതിനെ നോക്കിക്കോ അല്ലെങ്കിൽ നിന്നെ പോരേന്ന് പുറത്താക്കും. എന്തായാലും ഈ 2ന് പറ്റിയ നല്ല പേരുണ്ടെങ്കിൽ കമന്റ് അടിച്ചു. നമ്മ എന്തായാലും കമന്റ് നോക്കിട്ടായിരിക്കും പേരിടുന്ന. അപ്പോഴത്തേക്ക് ഷെട്ടി ഗ്യാങ് വിളിച്ചു നമുക്കൊന്ന് മാടായിക്കാവ് പോയിട്ട് വരാം. പിന്നെ എന്താ നോക്കില്ല, നേരെ കാവിലേക്ക് പോയി. ബട്ട് ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കിട്ട് നമ്മളെ കൊണ്ടുപോയി കുണ്ടിലേക്ക് ഇടാൻ പോയി. ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ എല്ലാരും പോയിട്ട് കുണ്ടിലേക്ക് വേണ്ടി ചത്തിരി ഓടി. അങ്ങനെ മാടായിക്കാവ് എത്തിയപ്പോ എല്ലാവർക്കും ആ സത്യം അറിയാം, ഞാൻ ആരും മുണ്ടെടുക്കാണ്ട് വന്നേ. പിന്നെ എന്താ നോക്കില്ല, ഇടുന്ന 2 മുണ്ടും എടുത്തിട്ട് അമ്പലത്തെ കയറി. അങ്ങനെ ദേവിന്റെ അടുത്ത് 2026 ഷെട്ടിനെ എയറിലാക്കണെന്ന് പറഞ്ഞിട്ട് പ്രസാദം കിട്ടും. അങ്ങനെ അമ്പല വൈബ് കഴിഞ്ഞപ്പോ ഷാപ്പിൽ നല്ല കറി കിട്ടും എന്ന് പറഞ്ഞിട്ട് നേരെ ഷാപ്പിലേക്ക് പോയി. ഷാപ്പിൽ നല്ല കറി മാത്രമല്ല കള്ളും കിട്ടും. പക്ഷെ നമുക്ക് അറിയാമായിട്ട് നമ്മ ദൂരെ ഇരുന്ന്. അപ്പോഴത്തേക്ക് ഷാപ്പിന്റെ സ്പെഷ്യൽ ചിക്കൻ 65, പോർക്ക് ഡ്രൈ ഫ്രൈയും കോഴി കഴിച്ചതല്ലോ ഇങ്ങനെ ലൈനായിട്ട് വന്നു. ഒന്നിച്ച് അപ്പയും കപ്പയും. ആ മീൻകറി വെച്ചിട്ടും കപ്പ ഒരു പൊടി പൊടിക്കണം എന്റെ മോനെ. നമുക്കവിടെ സ്പ്രൈറ്റും ജ്യൂസും ഒന്നുമില്ല, അതിനോട് ചിന്നാടന്റെ കാലപാനം കുടിച്ചിട്ട് വെറുതെ ഒരു ആക്ടിങ് നോക്കിട്ട് നമ്മ അവിടെ ധരിച്ചു. അപ്പോഴത്തേക്ക് അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാട ഫ്രൈ വന്നത്. ഷെട്ടിയാണെങ്കിൽ ഇവിടെ കാടനെ നടപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ട്, അങ്ങ് നടക്ക് കാടയെന്ന്. അങ്ങനെ കാടനൊരു പൊടി പിടിച്ചിട്ട് നമ്മ അവിടെ ധരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഷാപ്പിൽ പോയ കള്ള് മാത്രമല്ല നല്ല നല്ല ഫുഡും കിട്ടും. അതിനുണ്ട് അവിടെ ഫുഡും തിന്നിട്ട് വരാം, കള്ളു കുടിക്കാൻ ആരും പോകണ്ട. അപ്പൊ ഇക്കൊല്ലത്ത് നമ്മൾ അവസാനത്തെ വീഡിയോ ചെയ്ത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ഗുഡ് നൈറ്റ്.